നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. അതിലേക്ക് 3 വലിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 തക്കാളി, 4 പച്ചമുളക് ഇവയെല്ലാം കട്ട് ചെയ്തെടുക്കണം. 1 കിലോ ബീഫാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം ഒരു കുക്കർ വെച്ച് കോക്കനട്ട് ഓയിൽ മസ്റ്റായിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് 3 കറുകപ്പട്ട, 4 ഏലക്ക, 4-5 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച് വലിയ ഉള്ളി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നന്നായി വഴറ്റി വരുന്ന ടൈമിൽ ബാക്കി വന്ന് തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം മസാല പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ വേണ്ടത് 3 ടീസ്പൂൺ മുളകും പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. അതിനെ പച്ചമണം പോകുന്നത് ഇളക്കണം. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച് ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ബാവ വന്നിക്കണം അതിൻ്റെ ഇടയിൽ. അത് കഴിഞ്ഞിട്ട് കുക്കർ നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം 4-5 വിസിൽ വരെ വെയിറ്റ് ചെയ്ത് നമുക്ക് തിക്കായിട്ടുള്ള ബീഫ് കറി കഴിക്കും. അത് പത്തിക്കൂട്ടി കഴിക്കാം.